കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. നമ്മളൊരു എപ്പിസോഡ് ചെയ്തു, സുന്ദരന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാൻ സാധ്യതയുള്ള സ്ത്രീകളുടെ നക്ഷത്രങ്ങൾ. അപ്പോൾ സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകൾ, ഇത്രയും സ്ത്രീകളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേരളത്തിൽ, ഒരുപാട് സ്ത്രീകൾ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അവർ കമൻറ്റുകൾ ഒരുപാടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കമൻറ്റുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. സാറേ, സുന്ദരികളായ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ യോഗമുള്ള പുരുഷന്മാരേതൊക്കെയാ എന്നൊന്നും പറഞ്ഞുകൂടെ? പറയാമല്ലോ. സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ യോഗമുള്ള ഒരുപാട് നക്ഷത്രക്കാരുണ്ട്. അത് ഗ്രഹനിലയിൽ കൂടെ 7-ാം ഭാവത്തിൽ വ്യാഴമോ 7-ാം ഭാവത്തിൽ ശുക്രനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല സൗന്ദര്യ ആഢ്യതയുള്ളതായിട്ടുള്ള സൽഗ്രഹങ്ങൾ നിൽക്കുകയും ആ രാശിക്ക് ബലമുണ്ടാകുകയും ആ രാശിയെ സൽഗ്രഹങ്ങൾ വീക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സുന്ദരന്മാരായ ഭർത്താക്കന്മാരെ നിങ്ങൾക്കും കിട്ടും. സംശയമില്ലാത്ത കാര്യമാണ്. അതിൽപ്പെടുന്ന ഒരാളാണ് അശ്വതി നക്ഷത്രം. അതിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. അതിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. സുന്ദരികളായ ഭാര്യമാരായിരിക്കും. അതിൽപ്പെടുന്ന നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൻ്റെ പുരുഷന് നല്ല സുന്ദരികളായ ഭാര്യയെ കിട്ടാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതുപോലെ ഏറ്റവും നല്ലതാണ് തിരുവോണം നക്ഷത്രം. അതിസുന്ദരികളായ സ്ത്രീകളെ കിട്ടാൻ യോഗമുള്ളതാണ്. അതുപോലെ തന്നെയാണ് രോഹിണി നക്ഷത്രം. നല്ല സുന്ദരികളായിട്ടുള്ള, ശലീല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ വിവാഹം. അത്തം നക്ഷത്രം, ഉത്തര നക്ഷത്രം, അതുപോലെ കാർത്തിക നക്ഷത്രം, ഉത്രട്ടായ നക്ഷത്രം ഏറ്റവും നല്ലതാണ്. സുന്ദരികളായിട്ടുള്ളതും സുശീലയായിട്ടുള്ളതും സൽസ്വഭാവികളുമായിട്ടുള്ള സ്ത്രീകളെ കിട്ടാൻ യോഗമുള്ളതാണ്. ജാതകം കൂടെ നോക്കിക്കോണം കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജാതകം ഇതിൻ്റെ പ്രബലമായിട്ടുള്ളൊരു കാര്യമാണ്. ബലം തരുന്ന ജാതകത്തിലാണ്. ആ ജാതകത്തിൽ കൂടി മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ പൊരുത്തം കൂടെ നോക്കണം, സ്വഭാവം കൂടെ നന്നാണ്ടേ. എല്ലായ്പ്പോഴും ഞാൻ പറയുന്നുണ്ട്, സുന്ദരികളായ ഭാര്യയെ മാത്രം കിട്ടിയാൽ പോരാ, സ്വഭാവം കൂടെ നന്നെങ്കിൽ മാത്രമല്ലാതെ ഉത്തമമായിട്ടുള്ളൂ. അങ്ങനെ ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. അങ്ങനെ ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. അങ്ങനെ ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അങ്ങനെ ഒരു നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം. ഇവർക്കൊക്കെ സുന്ദരന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാനുള്ള യോഗാവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. സുന്ദരന്മാരായ, അതിസുന്ദരന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാനുള്ള യോഗമുണ്ട്. രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയാണ് ഞാൻ പറയുന്നത്, സുന്ദരന്മാരും സുന്ദരികളും. എനിക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ രേവതി നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം ഞാൻ മുമ്പേ പറഞ്ഞു. സുന്ദരികളായ സ്ത്രീകളെ കിട്ടാനെന്ന്, സുന്ദരന്മാരായ പുരുഷന്മാരെ കിട്ടാനും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ യോഗമുണ്ട്. ഒരു 90% ചതയ നക്ഷത്രക്കാർക്കുള്ള സ്ത്രീകൾക്ക് സുന്ദരനായ ഭർത്താവിനെയും ചതയ നക്ഷത്രപ്പെട്ട പുരുഷന് സുന്ദരികളായ സ്ത്രീകളെ കിട്ടാനുള്ള യോഗമുണ്ട്. ഭരണി നക്ഷത്രക്കാർക്കും അങ്ങനെയാണ്. സുന്ദരനായ ഭർത്താക്കന്മാരെ കിട്ടും, സൽസ്വഭാവികളായ ഭർത്താക്കന്മാരെ കിട്ടും. അതുപോലെ തന്നെയാണ് അനിഴം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. സുന്ദരികളായ സ്ത്രീകൾക്ക് സുന്ദരന്മാരായ ഭർത്താക്കന്മാരെ തന്നെ കിട്ടാനുള്ള യോഗമുണ്ട്. രോഹിണി നക്ഷത്രം, മുമ്പേ പറഞ്ഞിരിക്കുന്നത് തിരുവോണം നക്ഷത്രം, പുരുഷന്മാരെ സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും നക്ഷത്രക്കാർക്ക്, അതിന് അശ്വതി, ഭരണി, കാർത്തികയ്ക്ക്, രോഹിണി, അത്തം, തിരുവോണത്തിന് നല്ല പുരുഷന്മാരെ കിട്ടും.
തിരുവാതിര ചോതി ചതയത്തിന് നല്ല പുരുഷന്മാരെ കിട്ടും. പുണർത വിശാഖ പൂരൂരുട്ടാതിക്ക് നല്ല പുരുഷന്മാരെ കിട്ടും. അശ്വതി മകം മൂലത്തിന് നല്ല പുരുഷന്മാരെ കിട്ടും. ജാതകം കൂടെ നോക്കിയാൽ ജാതകമാണ് ഏറ്റവും പ്രധാനം അർഹിക്കുന്നതായിട്ടുള്ള വിഷയം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സംശയങ്ങൾക്ക് സ്ത്രീകൾക്കും ഒരു സങ്കടം, ഞങ്ങൾക്കും നല്ല പുരുഷന്മാരെ കിട്ടുമോ, സുന്ദരന്മാരെ കിട്ടുമോ, എൻ്റെ നാള് ഒന്ന് പറയുമോ സാറേ സുന്ദരനായിട്ടുള്ള പുരുഷനെ കിട്ടാൻ. എല്ലാം ടീനേജിലുള്ള ആൾക്കാരും അത് തന്നെയല്ല ഇപ്പോൾ വിവാഹം കഴിച്ച ആൾക്കാർ പോലും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവ് സുന്ദരനാണോ എന്ന്. ഒന്നാലോചിച്ച് നോക്കി. ഇപ്പം എല്ലാവർക്കും നന്മ പറയട്ടെ. നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ടുള്ള ഭാര്യയും ഭർത്താക്കന്മാരെയൊക്കെ ഈ 2019 കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.